അഹേതുകി അപ്രതിഹത ഭക്തി. അഹേതുകി എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതികമായിട്ടൊന്നും ആഗ്രഹിക്കാതെ നമ്മൾ ഭക്തി തുടരുക, ഭഗവാനോടുള്ള ഭക്തി. ആ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ശ്രീല പ്രഭുപാദ്ജി പറയുന്നു, സേവനം. ഭക്തി എന്ന് പറഞ്ഞാൽ സേവനമാണ്. സേവനം ഇല്ലെങ്കിൽ അത് ഭക്തിയില്ല. ഭക്തി ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്ന സേവനത്തിലൂടെയാണ്. എന്താണ് സേവനം? ജപം സേവനമാണ്, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത് സേവനമാണ്, ഭഗവാൻ നിവേദ്യം സമർപ്പിക്കുന്ന സേവനമാണ്, പ്രസാദം കഴിക്കുന്ന സേവനമാണ്, പ്രചരണം ചെയ്യുന്ന സേവനമാണ്. നവവിധ ഭക്തി. നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് സംസാരിക്കുക, നാമം കേൾക്കുക, നാമം ജപിക്കുക, നാവ് കൊണ്ട് ഉച്ചരിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന് വേണ്ടി പ്രചരണ കർമ്മങ്ങളിൽ ഏർപ്പെടുക, പിന്നെ ഭഗവാന്റെ വിഗ്രഹസേവ ചെയ്യുക. ഇതെല്ലാം ഭക്തിയാണ്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷനാണ്, സേവനമാണ്. ഭഗവാന്റെ നാമം ജപിക്കും, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കണം? ഒരിക്കലും അതിൽ നിന്നും ഒരു ഭൗതിക ലാഭം പ്രതീക്ഷിക്കാൻ പാടില്ല. അതാണ് അഹേതുകി. ഇനി അതുകൂടാതെ അപ്രതിഹത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതായത് നമ്മുടെ ആ സേവനം തുടർന്നുകൊണ്ടേയിരിക്കണം. ഏതൊക്കെ തടസ്സങ്ങൾ വന്നാലും, ഏത് സാഹചര്യത്തിലും അത് തടസ്സപ്പെടരുത്. ജപമാണെങ്കിലും, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതാണെങ്കിലും, ഭഗവാനെക്കുറിച്ച് പഠിക്കുന്നതാണെങ്കിലും, ഭഗവാന്റെ വിഗ്രഹ സേവ ചെയ്യുകയാണെങ്കിലും, ഭഗവാനായിട്ട് നിവേദ്യം സമർപ്പിക്കുകയാണെങ്കിലും, നമ്മുടേതായിട്ടുള്ള ഭൗതിക ലാഭ ഇച്ഛയ്ക്ക് വേണ്ടി അതിനെ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. നമ്മളത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. വേറെ ആരാണോ അഹേതുകി അപ്രതിഹത രീതിയിൽ ഒരിക്കലും തടസ്സപ്പെടാതെ, ഭൗതികമായിട്ട് ഒരു പ്രതീക്ഷകളും മറ്റൊരു കാര്യവും പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ആരാണോ ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഭക്തിയുത സേവനത്തിലൂടെ ഒരു വ്യക്തിക്ക് അതീന്ദ്രിയ ജ്ഞാനവും ലഭിക്കും, വിരക്തിയും ലഭിക്കും. ഈ ഒരു ഭക്തി, അങ്ങനെയുള്ള ഭക്തിയിലൂടെ നമ്മുടെ ഹൃദയം പരിപൂർണമായിട്ടും സംതൃപ്തിയിലേക്ക് എത്തും. നമ്മുടെ ആത്മാവിന് ആനന്ദം ലഭിക്കും. ഈ ഒരു ഭക്തി എങ്ങനെ ആരംഭിക്കുന്നത്? ശ്രവണത്തിലൂടെയാണ്. ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിലൂടെ ഈ ഭക്തി ആരംഭിക്കും. ഇതിൻ്റെ പരമോന്നത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള പ്രേമം ഹൃദയത്തിൽ ജാഗൃതം. ഭഗവാനെക്കുറിച്ച് കേട്ടു തുടങ്ങി അവസാനം അത് ഭഗവാനോടുള്ള ഏറ്റവും വലിയ പ്രേമത്തിലേക്ക് കലാശിക്കും.